സ ഏവായം മയാ തേദ്യ യോഗഃ പ്രോക്ത പുരാതന ഭോക്തോസി മേ സഖാ ഛേദി രഹസ്യം ഹേതദുത്തമം. ഈ ശ്ലോകം നമ്മൾ ചൊല്ലുമ്പോൾ സ ഏവായം മയാ തേദ്യ യോഗ പ്രോക്ത പുരാതനഃ ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. ഇതാണ് ഈ ശ്ലോകത്തിന്റെ ഇതിന്റെ അർത്ഥം പറയുന്നതിന്റെ വാക്യാർത്ഥം പറയുന്നത്. മേ ഭക്തഃ സഖാ ച, എന്റെ ഭക്തനും സ്നേഹിതൻ, ആസി ഇതി ആയതുകൊണ്ട്, പുരാതനഃ പുരാതനമായ, സ അയം യോഗഃ ഏവ ആ യോഗം തന്നെയാണ്, ആദ്യ തേ മയാ പ്രോക്ത നിനക്ക് ഞാൻ ഇപ്പോൾ ഉപദേശിച്ചത്, ഹി ഏതത് രഹസ്യം ഉത്തമം, കാരണം ഇത് രഹസ്യവും ഉത്തമവുമാണ്. ഇതാണ് ഭഗവാൻ നമ്മുടെ മുന്നിൽ പറയുന്നത്. ഈ ശ്ലോകം ഒന്ന് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി ഞാൻ ഗീതാമാധുരി എന്താണ് ഈ ശ്ലോകം കൊണ്ട് ഭഗവാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയാം. ഇത് പറഞ്ഞു കഴിയുമ്പോൾ അർജുനന് സംശയം ഉണ്ടാവും. ഒരു സംശയമില്ലാത്ത കാര്യം. ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളിൽ ആർക്കും സംശയം വരാമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഗീതാമാധുരി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാം. എന്ത് അറിവും, എല്ലാരും ശ്രദ്ധിക്കണം, എന്ത് ജ്ഞാനവും അറിയുന്നവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കണം. അല്ലെ? ഇങ്ങനെ രണ്ട് തലമുണ്ട്. അത് എന്ത് വിദ്യ ആയിക്കോട്ടെ, ആഗ്രഹമില്ലാത്തവരുടെ മുന്നിൽ ആധ്യാത്മിക ജ്ഞാനം പറയുന്നതിന് അർത്ഥമില്ല. നമ്മുടെ മുന്നിൽ ഇരുന്ന് കോട്ടുവായി ഇടുന്നവരോട് നമ്മൾ എന്ത് വേദാന്തം പറഞ്ഞിട്ട് എന്താ കാര്യം? അവരെ ഉടനെ കിടത്തി ഉറക്കുക, സുഖകരമായി ഉറങ്ങട്ടെ. അവര് ശരീരക്ഷീണം കൊണ്ടാണ് കോട്ടുപാടുന്നത്. അങ്ങനെയല്ല. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് അറിയാൻ ആഗ്രഹമുള്ളവർക്കാണ് കൊടുക്കേണ്ടത്. പ്രത്യേകിച്ചും ബ്രഹ്മവിദ്യ അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം അർഹിക്കുന്നവർക്ക് അഥവാ യോഗ്യതയുള്ളവർക്ക് മാത്രം ഉപദേശിച്ചു കൊടുക്കാൻ പാടില്ല. നമ്മുടെ നാട്ടില് ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ ഈ ഹൈന്ദവ ധർമ്മത്തെ നാശോന്മുഖമാക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. വേദം പഠിക്കാൻ ഈയം ചെവിയിൽ ഒഴിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെയുള്ള നുണ പ്രചരണം നടത്തിയിട്ട് ഹൈന്ദവ ധർമ്മത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് മണ്ടന്മാരുണ്ട്. ഞാൻ കരുതിക്കുട്ടി ഉപയോഗിച്ച ആ വാക്ക് നിരീശ്വരവാദികൾ എന്നാണ് അവർക്കൊരു പേരിട്ടിട്ടുള്ളത്. യുക്തിവാദികളല്ല. യുക്തിവാദം എന്ന് പറയുന്നത് നമ്മുടെ വാദം തന്നെയാണ്. യുക്തിയാണ് എല്ലാറ്റിനും വേണ്ടത്. പക്ഷെ ഒരിത്തിരി പോലും യുക്തിയില്ലാത്ത നിരീശ്വരവാദികൾ എന്ന് പറയുന്ന ഒരു പറ്റ ആളുകൾ. പക്ഷെ അവരെവിടെയെങ്കിലും ഒരു യാത്ര ചെയ്യുന്ന വണ്ടി ആക്സിഡന്റ് ആയ ഈശ്വരാന്ന് വിളിക്കും കേട്ടോ. അത് പിന്നെ നിരീശ്വരവാദികളുടെ ഒരു പ്രത്യേക ശാസ്ത്രം. അത് നോക്കണം. അപ്പോ ഈ ആധ്യാത്മിക ജ്ഞാനം, ബ്രഹ്മവിദ്യ യോഗ്യതയുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കാനേ പാടില്ല. ചില ആളുകൾ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്, ബ്രാഹ്മണർക്ക് മാത്രം ഉപദേശിക്കേണ്ടതാണ്. അല്ല, ബ്രാഹ്മണരാണ് ഉപദേശിക്കേണ്ടത് മറ്റുള്ളവർക്ക്. ആരാ ബ്രാഹ്മണൻ? പണ്ഡിതൻ. ആരാ ബ്രാഹ്മണൻ? ജ്ഞാനമുള്ളയാൾ. ആരാ ബ്രാഹ്മണൻ? ബുദ്ധിയുള്ളയാൾ. അതാണ് ബ്രാഹ്മണൻ. അല്ലാതെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഒരു ജാതിയേ അല്ല. പണ്ഡിതൻ എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞതിന്റെ സാരാംശം, വേദം പഠിക്കാൻ ബ്രാഹ്മണന് മാത്രമേ യോഗ്യതയുള്ളൂ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരുപാട് നിരാചരന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇന്നും പല ഗ്രൂപ്പുകളിൽ ചർച്ചയിൽ ഞാൻ കേൾക്കാറുണ്ട്.
തന്നെ മണ്ടത്തരം വിളിച്ചു പറഞ്ഞിട്ട് ഇതാണ് ശരി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പറ്റാളുകൾ. അവർക്ക് ബ്രാഹ്മണരെന്താന്നറിയില്ല, ക്ഷത്രിയരെന്താന്നറിയില്ല, ഇതൊന്നും അറിയാത്തവരാണ്. അറിയാൻ വെമ്പുന്ന മനസ്സുള്ളവർക്ക് മാത്രമേ ഉപദേശം നൽകിയിട്ട് പ്രയോജനമുള്ളൂ. അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കണം അറിവ്. കുട്ടികൾക്ക് രക്ഷകർത്താക്കൾ ഉപദേശം നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഉപദേശം കേൾക്കാൻ താല്പര്യമുള്ള സമയത്ത് വേണം അവർക്ക് അത് നൽകാൻ. നമ്മുടെ കുട്ടികൾ നല്ല ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ഉപദേശം കൊടുക്കാൻ ചെന്നിട്ടൊന്നും കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, കുട്ടികൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെന്നെ ദേഷ്യപ്പെട്ടിട്ടായിരിക്കും, പിന്നെ എന്ത് ഉപദേശം കൊടുക്കുക. പക്ഷെ ഉപദേശം കൊടുക്കേണ്ട ചില സന്ദർഭങ്ങൾ വരും. നമ്മൾ അടുത്ത് വന്നിരുന്ന് നമ്മളോട് സ്നേഹത്തോടു കൂടി നമ്മളെ മക്കള് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപദേശമായിട്ടല്ല കൊടുക്കേണ്ടത്. നീ ഇതേ ചെയ്യാവൂ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താ പറയാ, ഗാന്ധിജി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, കൃഷ്ണൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, രാമൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നീയും ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇതിന്റെ പേര് ഉപദേശം എന്നല്ല, ഇതിന്റെ പേര് ആജ്ഞ എന്നാണ്. ഉപദേശം എങ്ങനെയാ കൊടുക്ക? അടുത്ത് വിളിച്ചെടുത്തിട്ട്, മോളെ എന്തൊക്കെയുണ്ട്, പഠിത്തമൊക്കെ ഉഷാറല്ലേ, ഗംഭീരല്ലേ, എങ്ങനെയുണ്ട് സ്കൂളിലെ ടീച്ചർമാരൊക്കെ, എല്ലാരും കമ്പനിയാണോ? എന്ത് വിഷമമുണ്ടെങ്കിലും ടീച്ചർമാരോട് പറയണം. ടീച്ചർമാരും അതിനുള്ള പരിഹാരം കണ്ടെത്തിക്കോളൂ. അതുപോലെ ഇവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ, എന്തുണ്ടെങ്കിലും നീ ഞങ്ങളോട് പറഞ്ഞാൽ മതി, എന്ത് പ്രശ്നം പരിഹരിക്കാൻ പറ്റും മോളെ. നീ അംബേദ്കറെ കഥ കേട്ടിട്ടില്ലേ? അംബേദ്കർക്ക് എല്ലാ വിഷമങ്ങളും വരുമ്പോ അംബേദ്കറിന്റെ ആത്മഗുരുവിനോടാണ് എല്ലാം പറഞ്ഞിരുന്നത്. കേട്ടിട്ടുണ്ട് അച്ഛാ, കേട്ടിട്ടുണ്ട്. അതെ, അതേപോലെ നിനക്ക് എന്ത് വിഷമം വരികയാണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി, പരിഹരിക്കാം. അപ്പോ ആ കുട്ടിക്ക് അച്ഛനോട് അല്ലെങ്കിൽ ഉപദേശിക്കുന്ന ആളോട് ഒരു മമത, ഒരു സ്നേഹം ഉണ്ടാവും. അല്ലാതെ ഉപദേശിക്കുന്നത് ഒരിക്കലും ആജ്ഞയാവാൻ പാടില്ല. ആജ്ഞ എന്ന് പറയുന്നത് കൃത്യമായി അനുസരിക്കാൻ പറ്റുന്ന ഒരു സമൂഹമൊന്നും അല്ല ഇപ്പോൾ ഉള്ളത്. പണ്ടൊക്കെ ആജ്ഞ മതിയായിരുന്നു പണ്ടൊക്കെ. അന്നൊക്കെ എങ്ങനെയാ പറയാ, ഒരു ഗ്രൗണ്ടിൽ വന്ന് നിൽക്കും, ആ മതിലിൽ ആരും ഇരിക്കുന്നുണ്ടാകില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ആരും ഇരിക്കില്ല. ആ സ്ഥാനത്ത് ആ മതിലിൽ ആരും ഇരിക്കരുത്, എഴുന്നേറ്റ് പോന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും. അതാണ് ആജ്ഞ എന്ന് പറയുന്നത്. അപ്പൊ ആജ്ഞ എന്ന് പറയുന്നത് ആവശ്യമുള്ളിടത്ത് ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഈ സമന്വയം എന്ന് പറയുന്നതാണ് മക്കളോട് കാണിക്കേണ്ടത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അർജുനൻ ശ്രീകൃഷ്ണനോട് അങ്ങ് പ്രസ്താവിച്ചു സാഖ്യയോഗത്തിൽ ഭഗവാൻ അർജുനന്റെ ഉപദേശത്തിനുള്ള അഭ്യർത്ഥന കേട്ടപ്പോൾ മാത്രമാണ് ഉപദേശം നൽകാൻ തുടങ്ങിയത് എന്ന സത്യം കൂടി നമ്മൾ അറിയണം. ആ സന്ദർഭം ഭഗവാൻ ഇവിടെ ഓർക്കുന്നുണ്ട്. ആ ഓർമ്മകളിലേക്കൊക്കെയുള്ള യാത്രയാണ് ഗീതാമാധുര്യം. നാളെ കാണാം. നമസ്തേ.